ഇറാന്റെ ശത്രുക്കൾക്ക് ശക്തമായ ശിക്ഷ നൽകുമെന്ന് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഇറാനിലെ ഫോർദോ ആണവ നിലയത്തിന് നേരെ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തി. ഇറാന് എക്കാലത്തും ഓർമ്മിക്കാൻ തക്കതായ പ്രഹരമാണ് അമേരിക്ക നൽകിയതെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണങ്ങൾക്ക് ശേഷമാണ് യുഎസിന് ആയത്തുള്ള അലി ഖമേനി ശക്തമായ മുന്നറിയിപ്പ് നൽകിയത്. ഇറാന്റെ ശത്രുക്കൾക്ക് ശക്തമായ ശിക്ഷ നൽകുമെന്ന് പരമോന്നത നേതാവ്. ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് 15 ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി സൂചന. 40 മിനിറ്റിനുള്ളിൽ ഒന്നിലധികം തവണ മിസൈലുകൾ വിക്ഷേപിച്ചതായും ഇത് ഏറ്റവും ദൈർഘ്യമേറിയ ഇറാനിയൻ മിസൈൽ ആക്രമണങ്ങളിൽ ഒന്നാണെന്നുമാണ് വിവരം. ഫോർദോ, ഇസ്ഫഹാൻ, നദാൻസ് എന്നിവിടങ്ങളിലെ 3 ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിലും യുഎസ് വൻതോതിലുള്ള വ്യോമാക്രമണമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. അതിനിടെ യുഎസ് ആക്രമണത്തിന്റെ തുടർച്ചയായി ഇറാന്റെ ഫോർദോ ആണവ കേന്ദ്രം ഇസ്രായേൽ വീണ്ടും ആക്രമിച്ചു. ഇറാനിലെ 6 വിമാനത്താവളങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യവും വ്യക്തമാക്കുന്നു. പടിഞ്ഞാറൻ, കിഴക്കൻ, മധ്യഭാഗങ്ങളിലുള്ള വിമാനത്താവളങ്ങളിലാണ് ആക്രമണം നടന്നത്. ഇറാന് എക്കാലത്തും ഓർക്കാൻ തക്കതായ പ്രഹരമാണ് അമേരിക്ക നൽകിയതെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഭൂമിക്കടിയിൽ ആഴത്തിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇറാൻ സമാധാന ശ്രമങ്ങൾ ഉടൻ നടത്തിയില്ലെങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്ന ഭീഷണിയും ട്രംപ് നൽകിയിട്ടുണ്ട്. സമാധാനത്തിലേക്ക് എത്താൻ ഇറാൻ തയ്യാറാകാത്ത പക്ഷം മറ്റ് കേന്ദ്രങ്ങൾ കൂടി ആക്രമിക്കപ്പെടുമെന്നും ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി റഷ്യൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.